കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം നമ്മളിന്ന് മധുരമുള്ളൊരു കറിയിലൂടെ തന്നെയാണ് നമ്മുടെ തുടക്കം നമ്മൾ കുറിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഈ മുറിച്ച് വെച്ച പൈനാപ്പിൾ എല്ലാം ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് ചുവന്ന ഉള്ളി ഇടണേ. ചുവന്ന ഉള്ളി ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ പച്ചമുളക് 2-3 കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. ആ സമയത്തിന് നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കണം. നമ്മൾ നേരത്തെ തന്നെ തേങ്ങയൊക്കെ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങ നമുക്ക് ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് വേണ്ടുന്ന, അതായത് വെളുത്തുള്ളി ഇടണം, അതിനകത്തേക്ക് ജീരകം ഇടണം. ഇത് 2 മാത്രമേ ഞാൻ ഇതിനകത്ത് ചേർത്ത് അരയ്ക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ 2 പച്ചമുളക് ഇടുന്നുണ്ട്. വെളുത്തുള്ളിയും ജീരകവും 2 പച്ചമുളകും മാത്രമേ നമ്മൾ അരയ്ക്കുന്നുള്ളൂ. ഈ അരപ്പാണ് നമ്മൾ അതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അരപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ കടുക് പൊട്ടിച്ചിരുന്നു. കടുക് പൊട്ടിക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമുക്ക് വെളിച്ചെണ്ണ വേണം, കറിവേപ്പില വേണം, വറ്റൽമുളക് വേണം. പിന്നെ ചില സ്ഥലങ്ങളിൽ മാത്രം ചെറിയ ഉള്ളി അരിഞ്ഞിടും കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറികളൊക്കെ ആയത് കാരണം നമ്മളിങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.
അപ്പം നമ്മുടെ സൂപ്പർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൈനാപ്പിൾ കറി മധുരമുള്ള കറിയാണ്, പക്ഷേ ആവശ്യത്തിന് എരിവും ഉപ്പും എല്ലാം കൂടെ ചേരുമ്പോൾ നല്ല അടിപൊളി കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണെ, സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.